ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. 7:30 കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാം കൂടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗുഡ് നൈറ്റും പറയും കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഹാപ്പി ആയിട്ട് നമ്മളിന്ന് വർക്കിനൊക്കെ പോയി വന്ന്, സ്കൂളിലൊക്കെ പോയി വന്ന്, കോളേജിലൊക്കെ പോയി വന്ന് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മേല് കഴുകി ചായയും കഴിച്ച്, ചിലർ ചോറായിരിക്കും കഴിക്കല്ലേ, രാവിലത്തെ പിന്നെ ചായൻ്റെ കനൊക്കെ ആയിരിക്കും ചില കുട്ടികൾ കൊണ്ടുപോകാൻ. എന്ന് വെച്ചാൽ ചോറ് കൊണ്ടുപോകാൻ മടിയാണ്. മിക്ക കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും, ഇപ്പോൾ ഉള്ള കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ ചോറൊക്കെ തിന്നുണ്ടാവും അല്ലേ. അമ്മ വാരി തന്നവർ എത്ര ആൾക്കാരുണ്ട്? കയ്യിൽ വന്നിച്ച് നല്ലതാട്ടോ. അമ്മമാർ വാരി തന്നാൽ വയറ് നിറച്ചുണ്ണ, മക്കളറിയാതെ അങ്ങ് കഴിച്ചോ. അപ്പോൾ അമ്മമാർ വീഡിയോ കാണുന്നുണ്ട്, മക്കൾ വർക്കിന് പോയി വന്നാലും സ്കൂൾ കോളേജൊക്കെ ഇട്ട് വന്നാലും ഒക്കെ ചോറ് വാരി കൊടുത്തോളൂ കേട്ടോ. നല്ലതാണെന്നല്ല, അവരെ വയറും നിറയും, നമ്മുടെ മനസ്സും നിറയും. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോന് എപ്പോഴും വാരി കൊടുക്കൂട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് വാരി കഴിക്കലാണ്. എൻ്റെ മോൾക്ക് അങ്ങനെ വാരി കൊടുക്കണമെന്ന് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഒക്കെ ഇഷ്ടപ്പെട്ടതാണ് അവൾ ഒറ്റയ്ക്ക് കഴിക്കും, ഇല്ലെങ്കിൽ അയാളെ കഴിക്കില്ല, അത്ര തന്നെ. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എന്തൊക്കെയാ, സുഖല്ലേ? ഞങ്ങളമ്മ എപ്പോഴും ഞങ്ങൾക്ക് വാരി തരും കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മക്കുട്ടി കുറേ ആയി വാരി തന്നിട്ട്. അപ്പോൾ എല്ലാവരും സുഖല്ലേ, ഹാപ്പിയല്ലേ? എന്തോ അറിയില്ല കേട്ടോ, എനിക്കൊരു സങ്കടം, എന്തിനാന്നറിയില്ല. ഞാൻ എപ്പോഴും പറയണാര് മാനത്തെ മഴിക്കാറ് പോലെ എൻ്റെ മനസ്സിനൊരു കാർമിക എന്താണെന്നൊന്നും അറിയില്ല, ഒരു പ്രശ്നമില്ല കേട്ടോ. ഇടയ്ക്ക് ഞാനിങ്ങനെ, എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവും. ഞാൻ പിന്നെ ഇപ്പോഴിത് പറഞ്ഞിട്ട് ബോറടിപ്പിക്കില്ല. അപ്പം എൻ്റെ കുട്ടികളൊക്കെ സുന്ദരന്മാരായിട്ട് ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കി മുടിയൊക്കെ ഇരുന്നോളൂന്നേ. എന്നിട്ട് ചായ കഴിച്ചാൽ മതി, എന്നിട്ട് ചോറ് കഴിക്കണ്ടേ, ചോറ് കഴിക്കണം. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നുകൊണ്ട് നമ്മളെ വീഡിയോയിലേക്ക് പോവാം. നമ്മളെ വീഡിയോയിൽ ഇന്ന് എന്താ, ഏത് ഭാഗ അവർ ഡ്രസ്സൊക്കെ കൊണ്ടുപോയി ബാബു അനിയത്തിൻ്റെ കയ്യിൽ ലെറ്റർ കൊടുക്കുമോയെന്ന് ചോദിച്ചെല്ലുന്നല്ലേ. അപ്പം അച്ഛൻ വായിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഓൾ അത് വാങ്ങി ബുക്കിൽ വെച്ചിട്ട് പോയി. പിന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കിന്നാരും പുന്നാരൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾ പറയാ, അച്ഛ അമ്മ വേണ്ടീനി, അല്ല അച്ഛൻ വേണ്ടീനി, നല്ല രസേനി എന്നു. അപ്പോൾ അതേ പറയാം, ഇവള് പറയും, ബാബുവിനോട് പറയും നല്ല രസേനില്ലേട്ടാന്ന്. അവർ അത് തന്നെ നല്ല രസമായിരുന്നില്ലേ, നമ്മളെ ലൈഫിൽ ആദ്യമായിട്ട് നമ്മൾ ഇത്ര സന്തോഷിച്ച്. അവർ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞു സന്തോഷങ്ങൾ ചെറുതാകുമ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാണ്ട് പിന്നെ ഇങ്ങനെ കണ്ട് ഇവർ പുറത്തു പോയി ആഘോഷിച്ച് സന്തോഷിച്ചൊന്നുമില്ല. കുട്ടികൾ പഠിപ്പ് കഴിഞ്ഞാൽ അങ്ങനെ കുഞ്ഞു കാലങ്ങളിൽ കുട്ടികൾ തമ്മിലുണ്ടായ സന്തോഷങ്ങളൊക്കെ അല്ലാണ്ട് പിന്നെ നല്ല ഫുഡ്, നല്ല അമ്മ, നല്ല അച്ഛൻ അത്രയൊക്കെ തന്നെയുള്ളൂ. പുറത്തു പോയി പുറലോകങ്ങളൊന്നും കാട്ടിക്കൊടുത്തിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. കാരണം പാവ മനുഷ്യനാണ്, കാളവണ്ടിയിലൊക്കെ പോയിട്ട് ചുമടൊക്കെ നമ്മളെ കാളാനെ കൊണ്ടിടിപ്പിച്ച് അങ്ങനെ ഈ നിലയിലൊക്കെ ആയ മനുഷ്യനാണ്. പിന്നെ അവർക്ക് മക്കൾ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേനും ഒരു ബിസിനസ് വിട്ട് കൊടുത്തില്ല, നമ്മളെ പലചരക്ക് കട. അങ്ങനെ ആയിട്ട് കുട്ടികൾക്ക് പിന്നെ അതിനൊന്നും എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അവർക്ക് നല്ല സന്തോഷം ഒക്കെ ഉണ്ടായി. അപ്പോൾ വേണു ഒന്ന് പുറത്തേക്ക് ഫ്രണ്ട്സുകളെ കൂടെ പോയി. ബാബും പോകുന്നതാണ്, പക്ഷേങ്കിൽ ബാബു ഇങ്ങനെ തഞ്ചത്തിൽ നിൽക്കുക ശാലിനിക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശാലിനി നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയാം, ഇനി എന്നാലേ ഇങ്ങനെയൊരു നല്ല ദിവസങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവളെ പറയും, ഏട്ടാ അല്ല ഇവള് ചോദിക്കാം. അപ്പോൾ ഇവൻ പറയാം, അതൊക്കെ ഉണ്ടാവടി, ഇവള് വിചാരിച്ചാലുണ്ടാവും. ഇപ്പോൾ ഈ വിചാരിച്ചിട്ടില്ല ഇതൊക്കെ ഉണ്ടായി, അതേമാതിരി എന്തെങ്കിലുമൊക്കെ ഒന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ എന്താ ഏട്ടാ വിചാരിക്കുക? പറയാം, നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോകാമെന്ന്. അതൊരു നല്ല ഐഡിയ, നമുക്ക് അച്ഛനെ കൂടി വിളിക്കാം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക്, ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അച്ഛനോട് പറയാം. അങ്ങനെ നമ്മളച്ഛൻ വെറുതെ ബുക്കുകളും ലൈബ്രറികളൊക്കെ രാത്രിക്കായാലും ഒന്ന് നോക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ അച്ഛനും അങ്ങനെ കേട്ടോ, ലൈബ്രറി ഈ ആയിട്ടുള്ള ലൈബ്രറിക്ക് നേരെ മുതൽ വായിച്ച് തീർക്കും, അങ്ങനത്തെ ഒരു മനുഷ്യന്. അങ്ങനെ അത് ചിമ്മിണി വിളക്ക് വെച്ചിട്ട് അച്ഛൻ വായിക്കുക, ചിമ്മിണി വിളക്ക്. അങ്ങനെ എന്താ പറയാ, അയ്യോ മറന്നോളൂ. അങ്ങനെ എൻ്റെ അമ്മയില്ല, ഞാൻ ഇവിടെയൊക്കെ പിന്നെ നമ്മളെ അമ്മേനോടും പറയാന്നൊക്കെ പറയും. നമുക്ക് നോക്കേട്ടാ സെറ്റ് നമുക്ക്. അപ്പോൾ പറയടി കാർത്തികനെ വിളിക്കാം, വർക്ക് കഴിഞ്ഞാൽ രാത്രി ഇഷയ്ക്ക് പോകല. അപ്പോൾ ചേച്ചി കാർത്തികനെ വിളിക്കണ്ടേ? അപ്പോൾ ഓളെ രാത്രി വിടും. അത് സാറില്ല, നമ്മൾ ഇന്നലെ രാത്രിയില്ല ഓളെ വീട്ടിൽ കൊണ്ടാക്കി. ഓളെ അച്ഛനും അമ്മയൊന്നും പറയുന്നില്ല, നമ്മളെ വീട്ടിലേക്ക് വരാനുള്ള പെണ്ണല്ലേ, നമുക്ക് വിളിക്കാൻ. അങ്ങനെ ഹാപ്പിയായി സന്തോഷമായി. അങ്ങനെ ഇവരെല്ലാവരും കൂടി രാത്രി ചോറുന്നപ്പോൾ ശാലിനി പറയണം, അച്ഛന് എന്ത് രസേനി, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവേനി. അപ്പം ചെക്കന്മാർ പറയും, അമ്മ ഉണ്ടെങ്കിൽ നല്ല രസേനി, അമ്മ വന്നില്ല അച്ഛന്നൊക്കെ പറയും. ആണല്ലേ? അപ്പോൾ എന്തടി ഈ കുട്ടികളെ കൂടെ പോകാൻ, ഈ ജില്ലയായിട്ട് കുട്ടികൾക്ക് എന്തോ പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആൺകുട്ടികളാണ് പറയാം. അപ്പടി മോള് പറയണ, എനിക്ക് എൻ്റെ അച്ഛൻ ലേറ്റ് കഴിഞ്ഞിട്ട് എന്തോ പോലെ, എൻ്റെ അച്ഛൻ ഉണ്ടെങ്കിൽ എന്തൊരു ഹാപ്പി എന്നൊക്കെ പറയും. ഇനി മുമ്പൊക്കെ അച്ഛൻ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി
അപ്പോൾ അച്ഛൻ പറയും മതി നിർത്തി, എനിക്കറിയാം അനക്ക് ഇനി ഒന്നും കൂടി ഒന്ന് പോകണം. അതിന് അച്ഛനും അമ്മേനെയും കൂടി വലിച്ചു കിട്ടുകയാണ് ഇപ്പോൾ. അല്ലച്ചാ ഒരു ഫിലിമിനൊക്കെ പോവാൻ ഞങ്ങൾ ഏത് കാലം സ്കൂളിൽ നിട്ടം കൊണ്ടുപോയതാണ് സിനിമയ്ക്ക് അച്ഛ. അതൊരു ശരിയാണ്. അപ്പോൾ പിന്നെ ഉഷയ്ക്ക് ഒരു ചിരി. ഉഷ ഈ എന്ന് കണ്ടതാ സിനിമ? ഞാൻ ഇന്ന് കണ്ട ശാലിനി കുഞ്ഞാകുമ്പോട്ടം കണ്ടതാണ്. പിന്നെ മോനിട്ടൻ ജനിച്ചതിൻ്റെ ശേഷം സിനിമയ്ക്ക് ഉണ്ടായിക്കണേട്ടാ. അതൊരു ശരി, നമുക്ക് പോയിക്കളാം എന്തായാലും വേണ്ടില്ല. നമുക്ക് സിനിമയ്ക്ക് പോകണം. ഇനിയിപ്പം കല്യാണം ഇവിടെ എടുത്തായി, ഇനി ഒരാഴ്ചയും കൂടിയുള്ളൂ. അതൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ആ വട്ടച്ചുട്ടൊക്കെ കഴിഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ നമ്മളെ മക്കളെ സന്തോഷമൊക്കെയാണ് നമ്മളടുത്തു നിന്നുള്ള കിട്ടുന്ന സന്തോഷം. ഇപ്പോൾ ഒരു ഹാപ്പി ആയിട്ട് സന്തോഷിക്കട്ടെ, നമ്മളും സന്തോഷിക്കുക. കുറേ കാലം നമുക്ക് കഷ്ടപ്പാടൊക്കെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇനി മക്കളെ സിനിമയ്ക്കൊന്നും കൊണ്ടുപോകാതിരുന്നത്. പിന്നെ നിങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ലല്ലോ, എപ്പോഴാണല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അറിയാം അച്ഛൻ നമുക്ക് കാർത്തികേനെയും വിളിക്കണം കേട്ടോ, ഓളും കൂടി ഉണ്ടാകുമ്പോൾ സന്തോഷം. അവൾ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പം നമുക്ക് ഇങ്ങനെ കണ്ട സന്തോഷങ്ങളൊക്കെ കുട്ടികൾക്ക് വേണമെന്ന് ആഗ്രഹം വരുന്നത്. ബാബുവിന് നോക്കും, അപ്പം അച്ഛന് അപ്പോൾ ഓന് തോന്നും അയ്യോ അച്ഛന് തോന്നിയപ്പോൾ ഇത് ഞാൻ പറഞ്ഞതാണെന്ന്. അയ്യോ നമ്മളെ കഥ പറയുമ്പോൾ ഞാൻ അങ്ങനെ ചിരിക്കുന്നുണ്ടല്ലേ. ചിരിക്കാൻ പാടില്ല കമൻറ്റ്. കഥ പറയുമ്പോൾ ചിരിക്കാൻ പാടില്ല എന്ന് കമൻ്റ് ഉണ്ട്. ആരത് അറിയാം? നമ്മൾ ചേച്ചിൻ്റെ എന്താ വെച്ചാൽ ഓക്ക് ഞാൻ ചിരിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല അത്ര. അതുകൊണ്ട് നമ്മളിന്ന് ചിരിക്കൂല എന്ന് പറഞ്ഞാലും ചിരിച്ചു പോകും. സങ്കടങ്ങളൊക്കെ മറന്നു പോകും. എൻ്റെ കുഞ്ഞുങ്ങളോട് കഥ പറയുമ്പോൾ വിശേഷം പറയുമ്പോൾ ആകെയുള്ള സന്തോഷങ്ങളോട് സംസാരിക്കുന്നതാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ അടുത്തുള്ള പോലെയാണ്. കഥ കേൾക്കാൻ കുറേ കുട്ടികൾ ഇരിക്കില്ല, അതുപോലെ എൻ്റെ മനസ്സിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഞാൻ എൻ്റെ അകക്കണ്ണിൽ കാണുന്നു. അങ്ങനെ പിന്നെ എന്താ പറഞ്ഞത്, അവർ ചോറൊക്കെ കഴിച്ച് ഹാപ്പിയായി. പിന്നെ ഡ്രസ്സെല്ലാം എടുത്തുവെച്ച് ഓരോരുത്തരുടെ ഡ്രസ്സ് എടുത്തുവെച്ച് കാർത്തികൻ്റെ കവറിൻ്റെ അകത്ത് തന്നെ വെളുതും എടുത്തുവെച്ച് അമ്മേൻ്റെ എടുത്ത് അളവുകളൊക്കെ എടുത്തുവെച്ച് അങ്ങനെ പിറ്റേന്നാൾ അതൊക്കെ കൊണ്ട് കണ്ടിട്ട് സ്കൂളിലേക്ക് പോകും. സ്കൂളിലേക്ക് പോയാൽ കാർത്തിക അറിയുമ്പോൾ ഒരു ഉച്ചയ്ക്ക് ശേഷം പോകാം. ടീച്ചർമാർ ഹെഡ് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞ് കാർത്തികയും ശാലിനും കൂടി ഒപ്പരം ഇറങ്ങിയാൽ ശരിയാവില്ല, അവിടെ കുട്ടികളെ അലമ്പാക്കും. കുട്ടികൾക്ക് ടീച്ചർമാരില്ല ഞാൻ ഒച്ചമ്പിളിയൊക്കെ കൂട്ടൂല്ലേ. അപ്പോൾ അവർ ചെറിയ ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരല്ലേ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് പീരീഡിൽ പോയാൽ മതി. ലാസ്റ്റ് പീരീഡ് ആകുമ്പോൾ പിന്നെ കുട്ടികൾ പോകേണ്ട മൈൻഡിൽ പിന്നെ ബുക്കും സ്ലേറ്റൊക്കെ എടുത്ത് ആ സന്തോഷത്തിലിരുന്നോളൂ അവിടെ എന്നറിയാം. അപ്പോൾ അങ്ങനെ ശരിയെന്ന് അറിയാം. അങ്ങനെ ലാസ്റ്റ് പീരീഡ് ആയാലും ഇവർ ഇറങ്ങിയാൽ ഇവർ നേരെ പോയിട്ട് ഇവളറിയ റഷീദിൻ്റെ പീടിയിൽ തന്നെ കൊടുക്കുക. ഇവളറിയ റഷീദിൻ്റെ പീടിയിലേക്ക് ഞാൻ വരില്ല. എടി റഷീദിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അന്നെ നോക്കുന്നില്ല, ഈ അത് വിചാരിക്കണം. എന്നാലും ഞാൻ വരില്ല, ഈ കൊടുത്തത് അളവൊക്കെ അതിലുണ്ട്, അമ്മേൻ്റെ വേറെ എൻ്റെ വേറെ ഇതിലൊക്കെ വെച്ചിക്കണമെന്ന് അറിയാം. അങ്ങനെ ഇവൾ താഴെ നിൽക്കും. ഇവൾ മേലെ കയറിയൊക്കെ റഷീദിൻ്റെ അതിൽ കൊടുത്തിട്ട് പറയും പിന്നെ ഇവളെ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ വേണ ഡേറ്റൊക്കെ പറഞ്ഞ് ഇവളെ ഇറങ്ങി അങ്ങനെ ഇവർ നടന്ന് റോഡ് കഴിഞ്ഞ് ഒരു ഇടവയിലേക്ക് തന്നെ വന്ന് അങ്ങനെ ഇവർ തിരിയുന്ന അവിടെ കുളത്തിൻ്റെ പക്കത്ത്. ശാലിനി അറിയുമ്പോൾ ഇന്ന് നേരത്തെ ഇല്ല, നമുക്ക് ദേശം നമ്മളെ കുളത്തിൻ്റെ അക്കത്ത് പോയിരിക്കാന്ന്. നമ്മൾ സാബുവിൻ്റെ ഒക്കെ കൂടെ പോയി അന്ന് സാബുവിൻ്റെ ലെറ്റർ വായിച്ചില്ലേ, സാബുവിനും കൊണ്ട് ഓളെ ചെറുതാകുമ്പോൾ പോയിരിക്കുന്ന സ്ഥലമാണ്. ഓളല്ല അവരെല്ലാവരും കൂടി പോയിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഒരവിടെ പോയിരുന്ന് ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ശാലിനി എന്ത് ചെയ്യും, ബുക്ക് തുറന്നിട്ട് ആ ലെറ്റർ എടുത്ത് അവൾക്ക് ഞാൻ വിചാരിക്കുകയാണ് ബാബേട്ടൻ തരാൻ മറന്നുപോയിണ്ടാവുമെന്ന്. അപ്പോഴേക്ക് ഏട്ടൻ എഴുതി വെച്ചത് പറഞ്ഞേനെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കണല്ലേ. എന്നിട്ട് എന്തായാലും തരാഞ്ഞത് പറഞ്ഞു അത് ശാലിനിയല്ലേ എനിക്ക് ലെറ്ററൊക്കെ കൊണ്ടുത്തന്നെ. അപ്പോൾ ശാലിനിൻ്റെ കയ്യിൽ തന്നെ തരാൻ വിചാരിച്ചിട്ട് അവരോട് അറിയുമ്പോൾ വായിക്കുക. പക്ഷെ അല്ലത് വേണ്ട ഞാൻ വായിക്കുന്നില്ല. അല്ലടി മുമ്പൊക്കെ രണ്ടാക്കും കൂടി വായിക്കടി, അത് രസമല്ലേ. വേണ്ടാന്നേ. എന്താ ഒന്നുമില്ല, ഏട്ടന്മാരുടെ അനിയത്തികൾ വായിക്കും. അതിനെന്താ അപ്പം അങ്ങനെയൊന്നുമില്ല ശാലിനി, നമുക്ക് വായിക്കും, ഈ എൻ്റെ ഫ്രണ്ടല്ല അത് വിചാരിച്ചിട്ട് പറ്റൂല. എൻ്റെ ഏട്ട ദേശം പുന്നാരും കിന്നാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് എന്താ അറിയില്ല ഇച്ചിരി കുശുമ്പൊക്കെ വരും. ഇനി അല്ലാണ്ട് എൻ്റെ ഏട്ടന്മാരൊന്ന് കൂടുതൽ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ എന്താ അങ്ങനെയൊന്നും പറ്റൂല. ശാലിനി കാർത്തികനെ ഇഷ്ടപ്പെടുന്നതൊക്കെ ഇഷ്ടമാണ്, അതൊക്കെ അറിയാം. പക്ഷെ ഞാൻ അറിയാണ്ട് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെയൊന്ന് വന്നു പോകും. പിന്നെ അതുമല്ല ഞാനിങ്ങനെ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പോൾ ഓളേക്കും അപ്പോൾ എൻ്റെ സാബുവിൻ്റെ ലെറ്റർ കിട്ടി എനിക്ക് തരില്ല വായിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഓളെ നോക്കിയിട്ട് പറയാം സാബു എന്ന് തരാനാണ് കത്ത്. അപ്പോൾ അറിയാം സാബു ലെറ്റർ തരുന്നു. അപ്പോൾ എടി സാബുവിനെ എങ്ങനെയാന്ന് കാണുക. അപ്പോൾ ഒന്നും മിണ്ടൂലേ. അപ്പോൾ പറയും എടി സുഗന്ധിൻ്റെ കല്യാണത്തിന് വരിടി. അല്ല സാബുവിനിപ്പോൾ എങ്ങനെയാടി ഞാനൊന്ന് കാണാൻ നോക്കിയപ്പോൾ. അപ്പോൾ ശാലിനി അറിയണം എനിക്കേ കാണാൻ പറ്റില്ല, എന്നിട്ടല്ലേ പണക്ക്. അപ്പോൾ ചെക്ക് എടി സാബു സുഗന്ധിൻ്റെ കല്യാണത്തിന് വരിടി. ആർക്കറിയാം സുഗന്ധിൻ്റെ കല്യാണത്തിനൊന്നും വരൂലടി. ഓൻ അങ്ങനത്തെ ഒരു പ്രത്യേക മൂടുകാരനാണ്.
വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയല്ലേ, കല്യാണമല്ലേ എന്നൊന്നും പറഞ്ഞായിരുന്നു. ഓൻ വരൂലേടി. അപ്പോൾ ഓളേക്ക് എടി സാബുവിൻ്റെ മാമയ്ക്ക് പെൺകുട്ടികളുണ്ടോ? ഓളേക്ക് എന്തേ അങ്ങനെ വയ്ക്കണേ? അല്ല സാബുവിൻ്റെ മാമന് പെൺകുട്ടികളുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പെൺകുട്ടീനിട്ടോ ഓന് സെറ്റായോ, ഓന് ഇഷ്ടപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇടീനല്ലേ ഇവളെ മനസ്സിലേക്ക് ഒരു അഗ്നികോളം തന്നെ ഓടി ചൊരിഞ്ഞു കൊടുക്കുവാര് നമ്മളെ കാർത്തിക. അപ്പോൾ ഇവളെ മനസ്സിലെന്തോ ഒരു പോലെ. അപ്പോൾ പറയും സാബു അങ്ങനത്തെ ആളൊന്നല്ലേടി, അണക്കുണ്ടായിപ്പോയി. സാബു ഒരു പെൺകുട്ടികൾ അതെല്ലാം വെക്കൂല, അങ്ങനത്തെ മൈൻഡേ ഓനില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണോ എന്നറിയും. ആയാ എൻ്റെ ഭാഗ്യം. അപ്പോൾ അറിയാം എനിക്ക് ഒരു ചെക്കനും വേണ്ട, ഞാൻ ചെക്കനെ വേണ്ടാന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത്, ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന്. പിന്നെ ഈ എന്തിനാ അങ്ങനെ പറയണേ? സോറി കല്യാണമൊന്നും കഴിക്കാണ്ടക്കണ്ട, എനിക്ക് നല്ല ചെക്കനെ ഞാൻ കണ്ടെത്തി തരണ്ട്, നല്ല മണിമുത്ത് പോലത്തെ ചെക്കനെ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് എനിക്ക് കാണിച്ചു തരും എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ ഒന്നും എനിക്ക് കാണിച്ചു തരണ്ട, എനിക്ക് മതിയായി, ഒരാളെ തന്നെ മനസ്സിൽ ഇഷ്ടപ്പെട്ടോണ്ട് മതിയായി എന്നൊക്കെ പറയും. അങ്ങനെ ഇവളറിയുന്ന മതി, ശാലി വേണിക്കും. ശാലി അറിയും പിന്നെ ഓളത് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഇവളെ മനസ്സിൽ നല്ല അഗ്നികോളാണ് കേട്ടോ ചോദിക്കണത്. കാർത്തിക മാമൻ്റെ മോളുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ കാർത്തിക അങ്ങോട്ടേക്ക് തിരിയാൻ നേരത്ത് കാർത്തിക ശാലിനി വിളിക്കും. അപ്പോൾ ഈ എന്തിനെന്നെ വിളിക്കണം, എനിക്കുള്ളത് തന്നില്ലേ? പറയും അല്ലടി, എൻ്റെ ശ്യാമനിൻ്റെ അനിയന്മാരെ രണ്ടാളെ ചോദിച്ചറിയണം, ഒരനിയനെ ഇന്ന് സ്കൂളിൽ നിന്ന് കണ്ടല്ലേ? വേണുവിനെ ചോദിച്ചറിഞ്ഞേക്കുണ്ട്. ശരി എന്നാൽ പൊയ്ക്കോന്നറിയാം. അപ്പോൾ ഓളങ്ങോട്ട് പോകും. കാർത്തികയ്ക്ക് ഒരു മനസ്സില്ലാത്ത മാതിരിയാണ്, എന്നാലും കാർത്തികയ്ക്ക് വീട്ടിലെത്താനല്ല തിടുക്കേണ്ടത്, കാരണം വേണുവിൻ്റെ ലെറ്റർ വയ്ക്കാണ്ട്. അങ്ങനെ ശാലിനി വീട്ടിലേക്ക് പോകുമ്പോൾ ശാലിനിക്ക് വല്ലാത്ത വിഷമം. പിന്നെ അല്ല അങ്ങനെ വേണ്ട വല്ല പെൺകുട്ടികളെ ഇടയിലിട്ടും വിട്ടുപോയോ, ഞാൻ അവിടെ പെൺകുട്ടികളുണ്ടോയെന്നൊക്കെ അവൾ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവളെ മനസ്സിൽ വല്ലാത്ത പിന്നെ സാബുവിൻ്റെ മാമന് പെൺകുട്ടിയുണ്ടോ, അടുത്ത വീടാണെന്ന് വെച്ചാൽ ഒരു വിശേഷം അറിയാനോ ഒന്നിനും അവൾ പോകില്ല, അവൾ അമ്മ അങ്ങനെയൊന്നും പോകില്ല, അങ്ങനെ അതിനെക്കൊണ്ടൊന്നും അറിയില്ല. അപ്പോൾ അവളായിരിക്കും മാമൻ എന്ന് പറഞ്ഞാലും അവന് വലിയ കാര്യമാണ്, ഇനിയിപ്പോൾ മാമൻ്റെ മോളുണ്ട്, മാമൻ്റെ മോളെ കെട്ടണം എന്ന് പറഞ്ഞാൽ മാമൻ മോളെ കെട്ടാൻ പറഞ്ഞേ പൊട്ടണ്ടായിരിക്കും എത്തൂ. അങ്ങനെയൊക്കെ ആലോചിച്ചും കൊണ്ട് അവൾ ഇങ്ങനെ പോവുക. ഞാനൊരുത്തി ഇവിടെ ചെറുപ്പം മുതലേ അമ്പിളിമാമനെ നോക്കി കുത്തിക്കണ മാതിരി ഇവനെ നോക്കി കുത്തിക്കണ, ഇപ്പം വെറുതെ ആവുമോ പഠിച്ചോനെ ദൈവമേ, അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചും കൊണ്ട് ചെല്ലുമ്പോൾ ഇവർ ഇന്ന് അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വൈകിപ്പോയിട്ടോ. അമ്മ ഉണ്ടാവും പിന്നെ വിളക്കത്തിരി ഇടുന്നത്, അല്ലെങ്കിൽ ശാലിനിൻ്റെ പണിയാണ് അതൊക്കെ. ഇങ്ങനെ നമ്മളെ പഴയ മുണ്ടൊക്കെ മുറിച്ച് ഇങ്ങനെ തിരിയിട്ടത്. അപ്പോൾ മോളെ എന്തേ നേരം വൈകി, ഞാൻ എന്നെ നോക്കിക്കൊണ്ട് തിരിയിടുക, അമ്മൻ്റെ മേലെ ഇതിലൊക്കെ കഴിഞ്ഞ്. ഒന്നുമില്ല അമ്മൻ്റെ നേരത്തെ മോൻ്റെ അവിടെ എത്തിയില്ല മോളേന്നറിയാം. അമ്മ ഇന്ന് അടിക്കാനൊക്കെ കൊടുക്കാലേനെ അതിന് പോയി, പിന്നെ അതുകൊണ്ടൊക്കെ നേരം വൈകിയതാണെന്ന് പറയും. ശരി. ഞാൻ വിചാരിച്ചു ഈ കാർത്തികൻ്റെ വീട്ടിലിട്ടും പോയോ? ഇല്ല അമ്മേ, കാർത്തികൻ്റെ വീട്ടിലൊന്നും പോയില്ല, ഞാൻ ഒരു വീട്ടിലങ്ങനെ പോവലില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഓൾ വേഗം ചുറ്റും പാത്രമൊക്കെ അവിടെ കൊണ്ടുവച്ച് അമ്മ അത് പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി കഴുകി. പിന്നെ അമ്മ നിലവിളക്കൊക്കെ കത്തിച്ചു. പിന്നെ ഇവള് വേല കഴുകി പിന്നെ നാമൊക്കെ ജപിച്ച് കഴിഞ്ഞാൽ അമ്മ ഇച്ചിരി ചോറ് വന്നേക്ക് പറഞ്ഞ അങ്ങനെ ചോറ് അനിയന് വാരി കൊടുത്തോളും തിന്നോളും വേഗം പോയി കിടക്കേ. നമ്മളെ ബാബും പിന്നെ വേണൊക്കെ വേഗം വരും. ഇപ്പം നല്ല രസമാണ് ഇവർക്ക്, കാർത്തികേൻ്റെ കഥയൊക്കെ കേൾക്കാൻ വേണുവിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വീട്ടിലെ ഏട്ടത്തിമ്മ വരുന്നതൊക്കെ അവർക്ക് ഭയങ്കര സ്വപ്നങ്ങളായി. കാരണം വെച്ചാൽ നല്ല സന്തോഷവും കോമഡിയും ഒക്കെ ഉണ്ടല്ലേ ഓരോ ജീവിതത്തിൽ. എന്താണുള്ളത്, രാവിലെ എണീക്കുക, കുളിക്കുക, ജപിക്കുക, അവിടെ പോവുക, വരിക, തിന്നുക, കിടന്നുറങ്ങുക, അങ്ങനെയുള്ള ഇനി ആൺകുട്ടികൾക്കൊക്കെ ഒരു സന്തോഷങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോഴാണ് കാർത്തികനെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ അറിഞ്ഞതിൻ്റെ ശേഷമാണ് ഓരോ ഇതിലൊക്കെ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവള് കിടന്നുറങ്ങണം. അപ്പോൾ ഇവർ രണ്ടാളും അമ്മയെ ശാലിനി എവിടെ, ഓള് ഇന്നെന്താ അറിയില്ല നേരത്തെ കാണുക, ഓള് കിടന്നുറങ്ങിയത് എന്താ നമ്മളെ സാബുവിനും മാമൻ്റെ മോളുണ്ടോ എന്ന് ആലോചിച്ചിട്ട് സങ്കടം. അങ്ങനെ എന്നെ ചോറും തിന്നമ്മേ, ചോറും തിന്നേ, ഇവനും നേരത്തെ കിടന്നല്ലോ, ഇപ്പോൾ ഇവർ കിടക്കല്ലേനിയല്ലോ, ഇപ്പം എന്താ ഇവർക്ക് ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. വേണമാണ് കുറച്ച് ഒച്ചത്തിലൊക്കെ ചോദിക്കും. അങ്ങനെ ഇവൾക്ക് ഉറക്കമൊന്നും നിന്നില്ല. ഇവള് 30 മുടി കിടന്നാഞ്ഞത്. അങ്ങനെ ഈറ്റിങ്ങൾ ചോറുന്നാണ്ട് രണ്ടും കൂടി കുളിച്ച് മുടി കീർന്നും കണ്ട് ഇവളെ വന്നുങ്ങാണ്ട് പുറപ്പൊക്കെ പിടിച്ച് നീക്കടി എന്നറിയാൻ പറയാം. ഏട്ടാ കളിക്കല്ലേ, എനിക്ക് വയ്യ, എനിക്കൊരു തലവേദന പോലെ ഉണ്ട്, ഞാൻ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓൾ നീക്കിയല്ലേ ഓൾ കിടന്നാൽ. അപ്പോൾ ഇവർ രണ്ടാളും കൂടി നീച്ചിട്ട് ആൾക്ക് എന്തോ ഒരു സങ്കടം ഉണ്ട്. എന്താ സങ്കടം? ബാബുവിനാണെങ്കിൽ ഇവക്ക് സങ്കടം വന്ന ഓന് ബേജാറായി, കാർത്തികയ്ക്ക് എന്തേ സങ്കടം ഉണ്ടോ എന്നുള്ളൊരു വിഷമം വരും. പറയും ഒരു സങ്കടമില്ല ഏട്ടാ, എനിക്ക് പിള്ളേരെ പഠിപ്പിച്ചിരുന്നു തലവെട്ടെടുത്ത്, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് ഒരു പറയാൻ സന്തോഷിച്ച് സംസാരിക്കാനൊന്നും വയ്യ, അതുകൊണ്ട് കടന്നാഞ്ഞതാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് ഒരു ചോറിനടുത്ത് വന്നിരുന്ന് അങ്ങനെ കോമഡി കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചോറിന്ന് അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്ത് അങ്ങനെ ഒരു 2-3-4 ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നേ പിന്നെ അപ്പോഴേക്കും വിഷമങ്ങളൊക്കെ മാറിയിട്ടാണ്. 2 ദിവസം മുമ്പേ ഇവിടെ അമ്മ ഡ്രസ്സ് അടിച്ചതൊക്കെ വാങ്ങണ്ടേ, അമ്മയ്ക്ക് പിന്നെ
കുറച്ച് വളയും സാരിക്കനുസരിച്ച് വളയൊക്കെ വാങ്ങണം, പൊട്ടും കൺവെഷി മുടിക്കിട്ടി ഒക്കെ വാങ്ങണം എന്നൊക്കെ പറയും. അപ്പോൾ ഒക്കെ വാങ്ങിക്കാറ്. അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് പൈസ അറിയാം. ഒക്കെ വൈകുന്നേരമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടാവുക, സന്ധ്യയ്ക്ക്. അന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നെ 2 ദിവസം കൂടിയുള്ള കല്യാണത്തിന്. അപ്പോഴാണ് അപ്പോൾ അച്ഛനോട് പറയും, അച്ഛ എനിക്ക് പിന്നെ അടിച്ച പൈസയും പിന്നെ അടിച്ച് വാങ്ങാനുള്ള പൈസയും ഇതൊക്കെ തരണറേ. അപ്പോൾ മോളെ സാലറി കിട്ടുന്നത്, മോളെ ശമ്പളം കിട്ടുന്നത്, അങ്ങനെയൊക്കെ പറയും. ശമ്പളം കിട്ടുന്ന പൈസയൊക്കെ അതൊക്കെ അമ്മൻ്റെ കയ്യിൽ കൊടുക്കാറുണ്ട്. അമ്മ അതാ ചിട്ടിക്കോ എന്തൊക്കെയോ കൂടിയിട്ടുണ്ട്. അതമ്മൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കുടുക്കയിലും ഇട്ടിട്ടുണ്ട് ഞാൻ പറയാം. അപ്പം മോള് സമ്പാദിച്ച അച്ഛൻ്റെ പൈസയാണ് ഇപ്പം വേണ്ടത്. ആ കൊടുക്കാനുള്ളതും ചിട്ടിൻ്റെ പൈസയൊക്കെ അച്ഛന് വേണ്ടിയിട്ട് തന്നെയല്ലേ സമ്പാദിക്കണം. അച്ഛന് വേണ്ടിയിട്ട് നിങ്ങൾ സമ്പാദിച്ച് വെച്ചോളി, അത് നല്ലതാണെന്ന് അറിയാം. അച്ഛൻ മക്കൾക്ക് വേണ്ടി അച്ഛനെ സമ്പാദിക്കണം. അങ്ങനെ അച്ഛൻ പൈസ കൊടുത്തു കൊടുക്കുക. അങ്ങനെ അവർ പിറ്റേന്ന് സ്കൂളിൽ പോയി. അങ്ങനെ ഇതേമാതിരി തന്നെ പിന്നെ ഇവള് പറയും നമുക്ക് ഫാൻസിയിലൊക്കെ പോകണം, പിന്നെ ഡ്രസ്സ് അടിച്ച് മേടിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇവർ പിന്നെ സ്കൂൾ വിട്ട് ചോറൊന്നുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവട്ടെ. അപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഇവർ ഫാൻസി കട കയറും. ഒരു ബസ് സ്റ്റോപ്പിൻ്റെ മുന്നിലുള്ളൊരു ഫാൻസി കട കയറും. അങ്ങനെ ഇവർ ഫാൻസിയിൽ നിന്ന് പിന്നെ പൊട്ട് പിന്നെ ക്ലിപ്പ് അങ്ങനെ കണ്ടതൊക്കെ കാർത്തിക എടുക്കും. അപ്പോൾ ഇവള് അത് മേച്ചായ കുപ്പിവളയെ തരണം. അപ്പോൾ ശാലിനിയാണ് കാർത്തിക നോക്കും. അപ്പോൾ ഇറക്കി കുപ്പിവള ഉണ്ടാകണ്ട, എനിക്ക് ചെറുപ്പത്തിലേ കുപ്പിവള ഇട്ടാൽ എൻ്റെ കൈമന്ന് പൊട്ടും, എൻ്റെ കൈ പൊട്ടിയിട്ട് ചോര ഒലിച്ച് ഒരു പ്രാവശ്യം കൈ നല്ല കീറിപ്പോയി. ഇതിൻ്റെ ശേഷം എൻ്റെ അമ്മ കുപ്പിവള ഇടാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ ഇടാണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഈ വലുതായില്ലേ, വലുതായി നല്ല തലയ്ക്ക് അതിൻ്റെ കിൽക്കം കേൾക്കുമ്പോഴേക്കും എന്തോ ഒരു പിന്നെ വെറുപ്പിക്കൽ പോലെ തോന്നുന്നറിയാം. അപ്പോൾ ഇറക്കി ആ കിൽക്കാണ് ഇഷ്ടം എന്നറിയും ശാലിനി. അന്ന ഈ നോക്കിയെടുത്താന്ന് പറഞ്ഞാൽ അവളിങ്ങനെ റോട്ടിലേക്ക് നോക്കിക്കുമ്പോൾ ഒരു ബസ് വന്നു. അങ്ങനെ ബസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ പുഴയിലുണ്ടാവും ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇറങ്ങിക്കണേ. അപ്പോൾ കാർത്തിക ഒരു ബാഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടി പോലത്തെ ബാഗ് ഇങ്ങനെ തൂക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. വെളുത്ത് ചുരുണ്ട മുടിക്കായിട്ട് നല്ല സുന്ദര ചെക്കൻ, നല്ല ഹൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ ഇവളിങ്ങനെ നോക്കും. നോക്കിയിട്ട് നല്ല ശാലിനിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ശാലിനി ഒരു ചെക്കൻ നോക്കും ബസ് സ്റ്റോപ്പിൽ, എനിക്ക് ചേർന്ന ചെക്കനാണെന്ന് പറയും. ഇപ്പോൾ ഒരു മിണ്ടാണ്ടൊക്കെ പറയും. അങ്ങനെ ഇവള് വള തന്നെ എടുക്കാട്ടോ. പിന്നെ ഇവള് നോക്കുമ്പോണ്ടോ അച്ചക്ക ബസ് പോയിട്ട് അച്ചക്ക ബസ് സ്റ്റോപ്പിൽ നിൽക്കാട്ടോ. പിന്നെ പെട്ടെന്ന് ഇവള് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ വളരെ എടി സത്യമായിട്ടടി എനിക്ക് നല്ല മാച്ചടി എന്ന് നോക്കിയോക്കടി, എവിടെ അടി പോയില്ലേടി, ഇവിടെ തന്നെ നിൽക്കണ്ടടി. അപ്പോൾ അറിവുണ്ടല്ലേ ആൾ കേൾക്ക് എന്ന് കണ്ട് ഇവൾ വളക്കെടുത്ത് ബില്ലടിക്കാനൊക്കെ അല്ല പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയ പടന്നെ കാർത്തിക് പിന്നെയും നോക്കുമ്പോണ്ടാവും ശാലിനി പൈസ കൊടുക്കാൻ പോയടത്തേക്ക് ശാലിനിനെ നോക്കിക്കണേ. അപ്പോൾ മെല്ലെ ശാലിനിയുടെ അടുത്തേക്ക് എടി ഞാൻ പറഞ്ഞില്ല അന്നെ തന്നെ നോക്കിക്കണ്ടടി ചെക്കൻ പോവാണ്ട് എന്ന് പറയും. ഈ മിണ്ടാണ്ടി ഇരുന്നെന്ന് പറഞ്ഞാൽ എന്നോട് പൈസ കൊടുത്തുകൊണ്ട് ഒരു ഷോപ്പിൻ്റെ മുന്നിലെത്തിയിട്ട് ഇറങ്ങുക, ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കാർത്തികേൻ്റെ കണ്ണങ്ങോട്ടാണ്. അപ്പോൾ ഈ ചെക്കൻ ശാലിനി നോക്കണ്ട്. അപ്പോൾ പിന്നെ എടി അന്നെ തന്നെ നോക്കിക്കണ്ടിട്ടടി വേണമെങ്കിൽ നോക്കിക്കോ. അപ്പോൾ ഇവളറിയാം ഈ ഒന്ന് പോയാൽ നോക്കാവുന്ന ഇഷ്ടമല്ല, എന്നാലും ഇവൾ അറിയാതെ അവളെ കണ്ണൊന്നും അങ്ങോട്ട് പോയ ഇവിടെ എടി സാബുവാണെടി അത്. അപ്പോൾ ഇവളറി എടി വെറുതെ അല്ല എൻ്റെ മനസ്സിൽ ഈ മൊഞ്ചനേനില്ലേ, വെറുതെ അല്ല എൻ്റെ മനസ്സിൽ അവനെ തന്നെ വേണമെന്ന് തോന്നിയേ, ഒരു സുന്ദര കുട്ടപ്പനാണല്ലോ എൻ്റെ സാബു എന്ന് പറയും. അപ്പോൾ അവളെ കൈ പിടിച്ചിട്ട് കാർത്തികേ വാന്ന് പറഞ്ഞ റോഡ് ക്രോസ് ചെയ്ത് ഓടി സാബു വിളിച്ചു കേട്ടോ അവൻ്റെ അടുത്തേക്ക് ചെല്ലാം. അവിടെ വെച്ച് നമ്മളെ കഥ അവിടെ നിർത്തുന്നു. ബാക്കി വാക്കാം നാളെ കേട്ടോ. സാബും കാർത്തികയും തമ്മിലുള്ള സംസാരമുണ്ട്, ഒക്കെ ഒന്ന് കേട്ടോ, നാളെ കാണാം കേട്ടോ. അപ്പം ഇപ്പോൾ കുറേ സമയം ഉണ്ടാവോ എൻ്റെ ശാലിനിക്കുണ്ടല്ലോ എന്താ പറയാന്നറിയാം, മാനത്തുനിന്ന് അമ്പിളിമാമൻ താഴെ നമ്മളെ ബസ് സ്റ്റോപ്പിൽ വന്ന മാതിരി ഒക്കെ അമ്പിളിമാമനെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അവളെ അനിയനെ അമ്പിളിന്ന് പേരിട്ട്. അപ്പം നമ്മൾ ടാറ്റ, എല്ലാവർക്കും സുഖനിദ്ര ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. എൻ്റെ കുട്ടികൾക്കൊക്കെ ലവ് യു ഉമ്മയൊക്കെ തന്നിട്ട് ചക്കര ഉമ്മി പഞ്ചാര ഉമ്മയും തന്നിട്ട് ടാറ്റ.